ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലാണ്. കണ്ണൂരിൻ്റെ സ്വന്തം മുത്തപ്പനായിട്ടുള്ള നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്താണുള്ളത്. ഇന്ന് മോളുടെ ചോറൂണായിരുന്നു. അപ്പോൾ മോളുടെ ചോറൂണിനായിട്ട് നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. ആദ്യം മോൾക്ക് മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് ആദ്യത്തെ ചോറൂണ് കഴിഞ്ഞതാണ് പാറൂസിൻ്റെ. പക്ഷേ ആദ്യമായിട്ടുള്ള ഒരു മകളായതുകൊണ്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നേർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹത്തിന്മേൽ. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് രാവിലെ ഏകദേശം ഒരു 7:30 മണി ആ ടൈം ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ ചെറുകുന്നിൽ പോയി ശ്രീ അന്നപൂർണേശ്വരി അമ്പലത്തിൽ പോയി മോൾക്ക് ചോറൂണ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ മടങ്ങി ഇവിടെ എത്തിയപ്പോൾ ചീട്ടൊക്കെ എടുത്തിട്ടുണ്ട്, ചോറൂണിനുള്ള ചീട്ടൊക്കെ എടുത്തു. അപ്പോൾ വെള്ളം കണ്ടപ്പോൾ പാറൂട്ടി ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുകയാണ് കേട്ടോ. ബോട്ടൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആശ്ചര്യത്തോടുകൂടി നിൽക്കുകയാണ് അവൾ. പിന്നെ ഏകദേശം ഒരു ഉച്ച ടൈം ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ചെറുകുന്നിൽ നിന്ന് മടങ്ങിയിട്ട് ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ വന്നപാട് തന്നെ നമ്മൾ അവിടെ ചോറൂണിലുള്ള ചീട്ടൊക്കെ മുറിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഉള്ളിൽ ചെന്ന് തൊഴുതിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് പോകണം കേട്ടോ. പിന്നെ ഉള്ളിലോട്ട് നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റില്ല, അങ്ങോട്ട് ക്യാമറയൊന്നും എടുക്കാൻ അവർ അനുവദിക്കില്ല. എന്നാലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ചോറൂണിൻ്റെ സമയത്ത് മോൾ ഭയങ്കര ടയേർഡായിരുന്നു, രാവിലെ എഴുന്നേറ്റത് കൊണ്ടും പിന്നെ ഉറക്കക്ഷീണമൊക്കെ ഉണ്ട് അവൾക്ക്. അതുകൊണ്ട് മുത്തപ്പൻ്റെ അടുത്തുള്ള ആ ഒരു നേർച്ചയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ചുറ്റുമുള്ള അമ്പലങ്ങളിലേക്കുള്ള നേർച്ചയൊക്കെ ആയി. അതുകൊണ്ട് ചോറൂണിന് വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഭയങ്കര ക്ഷീണത്തിലായിരുന്നു അവളുള്ളത്, ഉറക്കമായിരുന്നു കേട്ടോ. എങ്ങനെയോ ഞങ്ങൾ എഴുന്നേൽപ്പിച്ചതാണ്. അങ്ങനെ അവിടെ എത്തി നമ്പൂരി പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണ് 3 തവണ മോളുടെ വായിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞു. ആദ്യം കുടിക്കുന്നില്ലായിരുന്നു കേട്ടോ, പക്ഷെ മെല്ലനെ പതുക്കെ അത്യാവശ്യം കുടിച്ചു. അമ്പാടിയും കണ്ണനും ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇത്രക്കാരും ചോറെന്തിനാ എല്ലാ സ്ഥലത്തുനിന്നും കൊടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കുഞ്ഞാവനെ കിട്ടാൻ പെണ്ണുവാവനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചോറൂണൊക്കെ കഴിഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിച്ച് തൊഴുതിറങ്ങി പുറത്തോട്ട് ഇറങ്ങി. ഒരുപാട് കളിപ്പാട്ടങ്ങളുള്ളത് കൊണ്ട് കുട്ടികൾക്ക് അതൊക്കെ വേണമെന്ന് ഭയങ്കര ശാഠ്യമായിരുന്നു. പക്ഷെ നമ്മളൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല, കാരണം പുറത്തുള്ള ചന്തകളിലൊക്കെ ഭയങ്കര വിലയാണ്. അങ്ങനെ ഇവർക്ക് 2 പേർക്കും ഇവിടെ ഇരിക്കുന്ന 2 ആൾക്കാർക്കും നമ്മൾ ചെറിയൊരു തുക കൊടുത്തിട്ട് വരുന്ന വഴി എൻ്റെ കണ്ണിതേ കൃഷ്ണൻ വിഗ്രഹത്തിലും ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മൾ വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ചോറുണ്ട് കേട്ടോ വന്നത്, ചോറുണ്ടായിരുന്നു. ഒരുപാട് കമ്മലുകളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കണ്ണുകൾ അങ്ങോട്ടൊക്കെ പോവും, പക്ഷെ വാങ്ങിയില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.